ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു കുപ്പി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കടയിൽ കൊടുക്കാതെ വെറും 1 മിനിറ്റ് കൊണ്ട് റബ്ബറും ഒരു വളയും ഉണ്ടെങ്കിൽ എത്ര ലൂസായ ബ്ലൗസും നമുക്ക് ഈസി ആയിട്ട് ലൂസ് കുറയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി കടയിൽ കൊടുത്ത് പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ സാരി എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാം. അതുപോലെ ബ്ലൗസ് ആയിരിക്കും എപ്പോഴും ലൂസായിട്ട് വരികയല്ലേ. അപ്പോൾ ഇത്രയും ലൂസുള്ള ബ്ലൗസാണ് നമ്മളിത് കറക്റ്റ് ഷേപ്പായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം ഈ ടിപ്സൊക്കെ. അതുപോലെ നമ്മളുടെ പോളിഷൊക്കെ തീർന്നാൽ എങ്ങനെയാണ് ഷൂ നല്ല പോലെ തന്നെ വെളുപ്പിച്ചെടുക്കാവുന്ന. അപ്പോൾ ഷൂ പോളിഷ് എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടാകുമെങ്കിലും പെട്ടെന്ന് തീരേണ്ട ഒരു സമയം വന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ വെളുപ്പിച്ചെടുക്കാവുന്ന ടിപ്പും കാണിക്കുന്നുണ്ട്. നമ്മളുടെ വലിച്ചെറിയുന്ന ഇതുപോലെ കുപ്പികളൊക്കെ 7 അപ്പിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഗാർഡനാക്കി മാറ്റാം. പല തരത്തിലുള്ള പൂക്കൾ കൊണ്ട് നമുക്കിതുപോലെ പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ആയിട്ട് വെക്കാം. അപ്പോൾ ഇനി ആരും കുപ്പിയൊന്നും വെറുതെ കളയരുത്. നമുക്ക് വൈകുന്നേരമൊക്കെ കൊതുകിൻ്റെ ശല്യമൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കൊതുക് വരാതിരിക്കാനുള്ള ടിപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അവല് കൊണ്ട് ഒരു ഡ്രിങ്ക് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം റമദാൻ മാസമാണ്, നമ്മളുടെ ക്ഷീണവും അതുപോലെ തന്നെ നമുക്ക് ഉന്മേഷമൊക്കെ ഉണ്ടാകാനുള്ള ഒരു ഡ്രിങ്ക് കൂടെയാണ്. നമുക്ക് വീട്ടിലിട്ടൊന്ന് പോയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ലൂസാണ് ഞാൻ കുറച്ച് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ല ലൂസുള്ളൊരു ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് സാരിയിൽ നമുക്ക് പ്രശ്നം വരില്ല. എപ്പോഴും ബ്ലൗസിലാണ് നമുക്കൊന്നെങ്കിൽ നമുക്ക് ലൂസ് കൂടും, അല്ലെങ്കിൽ നമുക്ക് ലൂസ് കുറയും. അപ്പം ഇത് അത്യാവശ്യം തന്നെ ഒത്തിരി ലൂസുള്ളൊരു ബ്ലൗസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലൂസ് കൂടുമ്പോൾ സൈഡ് ഒന്നെങ്കിൽ നമ്മൾ ഇതുപോലെ 2 സൈഡും കടയിൽ കൊടുത്ത് അടിച്ചെടുക്കും അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിലാണ് വള സെറ്റ് ചെയ്ത് ലൂസ് കുറയ്ക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്കിപ്പം ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ബാക്കിൽ വള കൊണ്ട് സെറ്റ് ചെയ്താലും മതി. അപ്പം ഞാൻ ഇവിടെ 2 വള എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയും ലൂസുണ്ട് അത്രയും ആവശ്യത്തിനുള്ള വളയാണ് എടുക്കേണ്ടത്, അതായത് വലിപ്പം. അപ്പം ഞാനിപ്പോൾ ഒത്തിരി ലൂസുള്ളത് കൊണ്ട് വലിയ വളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൂസ് കുറവാണെങ്കിൽ നമുക്ക് ചെറിയ വള എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വള അടിയിൽ വശത്തുകൂടെ വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് വശത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സാരി വന്ന് കവർ ചെയ്യുന്നത് കൊണ്ട് അത് അറിയുകയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി കടയിൽ കൊടുത്ത് പൈസയും സമയവും ഒന്നും കളയേണ്ട കാര്യമില്ല. വെറും ഒരു റബ്ബറും അതുപോലെ തന്നെ വളയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ബോഡി ഷേപ്പിൻ്റെ ആ ബ്ലൗസാക്കി മാറ്റാം. ഇപ്പോൾ അത് ചെറിയ വള വെച്ച് ഞാൻ സെറ്റ് ചെയ്തും കാണിച്ചു കേട്ടോ. ഇനി ഒത്തിരി ലൂസ് ഇല്ലെങ്കിൽ ചെറിയ വള ആയാലും മതി. അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുവാണെങ്കിൽ ഇത്രയും ലൂസാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വള സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കറക്റ്റ് ബോഡി ഷേപ്പിൽ തന്നെ ആ ബ്ലൗസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി ഇഷ്ടമാണെങ്കിലും നമുക്കിത് പരത്തി ഉണ്ടാക്കാനായിട്ട് വളരെ ഒരു പാടാണ്. കാരണം പൊടിയൊക്കെ അവിടെ ഇത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് പൊടി അവിടെ ഇവിടെയൊക്കെ ആയി, അതുപോലെ തന്നെ ബാക്കി പൊടി നമ്മൾ കളയേണ്ടി വരും. അപ്പോൾ ഇത് നോക്കിയാൽ ചപ്പാത്തിയിൽ മൊത്തം നമ്മൾ ആ പൊടി കൊണ്ട് കൂടുതൽ പൊടി സ്പ്രെഡ് ചെയ്തേണ്ടി വരും നമ്മളിപ്പോൾ പൊടി നേരിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആ കുപ്പിയിൽ ഞാനൊരു നമ്മളുടെ പപ്പടക്കോല് കൊണ്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമുക്ക് ഈ ബോട്ടിലേക്ക് ഞാൻ കുറച്ച് മാവിട്ട് കൊടുക്കുവാണ്, ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പൗഡറൊക്കെ ഇടത്തില്ല, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ എടുത്തിരിക്കുന്ന ആ ബോളിലിട്ട് കൊടുത്ത് ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൊടി കുറച്ചേ ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വാരിയിട്ട് നമ്മളുടെ കൈയും അതുപോലെ തന്നെ ചുറ്റുപാടുമൊക്കെ പൊടിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു കുത്തുപൊണിയുടെ അടപ്പാണ്, അത് വെച്ചൊന്ന് അമർത്തുവാണെങ്കിൽ കറക്റ്റ് ഷേപ്പും വരും. അപ്പോൾ ഇത് ഇനി നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ നമ്മളുടെ അടുക്കളയിലൊക്കെ നിറച്ച് പുകയും വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പൊടി നമ്മളുടെ ചപ്പാത്തിയിലായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന 7 അപ്പിൻ്റെയൊക്കെ കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു ഗാർഡൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ചുറ്റും ഞാൻ പപ്പടക്കോല് വെച്ച് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുവാണെങ്കിൽ അതുവഴി പോകാനാണ് ആ ഹോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ആ വേര് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ സഹായിക്കും. അപ്പോൾ ഒരു ചരട് കൊണ്ട് 2 വശത്ത് ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കുപ്പിയും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ പല കളറിലുള്ള ചെടികളൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഫിക്സ് ആയിട്ട് വെക്കുകയും ചെയ്യാം. അപ്പം ഇനി ആരും കുപ്പിയൊന്നും വലിച്ചെറിയരുത്. ഇങ്ങനെയുള്ള കുപ്പികൾ നമുക്കറിയാം ഇഷ്ടംപോലെ നമ്മളുടെ വീട്ടിൽ കാണും, നമ്മൾ പക്ഷേ അത് ഉപകാരപ്പെടുത്തുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് മൊത്തം ഒരു ഗാർഡനാക്കി നമുക്ക് കുപ്പികളുണ്ടെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതുപോലെ
പോളിഷൊക്കെ തീരുന്ന ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഷൂ നല്ല അഴുക്കുമായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ്, ആദ്യം തന്നെ ഒരു ഈർപ്പമുള്ളൊരു തുണി, ഒത്തിരി വെള്ളം വേണ്ട, ഈർപ്പമുള്ള തുണി വെച്ച് ശരിക്കും ഒന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ പോളിഷൊക്കെ തീരുന്ന ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഐഡിയ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ നല്ലപോലെ ഇപ്പം ഷൂ വെളുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പഴയ ഷൂവും ഇപ്പം നമ്മൾ ക്ലീനാക്കിയ ഷൂവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതേ മുളകൊക്കെ ഇട്ട് വെച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഇതുപോലുള്ള അരിയും അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടമൊക്കെ കാണും മുളകിൻ്റെ. അപ്പം നമ്മൾ ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് നമ്മളുടെ വൻപയർ അതുപോലെ ചെറുപയർ പരിപ്പൊക്കെ ഉണ്ടല്ലോ ധാന്യവർഗ്ഗങ്ങളിൽ ആ കുപ്പിയിലിട്ട് കൊടുത്ത് വെച്ചാൽ മതി. പ്രാണികളും അതുപോലെ പൂച്ചകളൊന്നും വരത്തില്ല. അത് നല്ലൊരു ഐഡിയ ആണ്. അരിയിലായാലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്കറിയാം കൊതുകിൻ്റെ ഒരു ശല്യമാണ്. ഇതുപോലെ നമ്മൾ എടുക്കുന്ന എണ്ണയിൽ മൺചട്ടിയിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കത്തിച്ച് നമ്മളുടെ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് ആ പുക കൊള്ളിച്ചാൽ നമ്മൾക്ക് കൊതുക് വശത്തേ വരത്തില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു ടേസ്റ്റി ആയിട്ടുള്ള അവൽ കൊണ്ട് ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് അവൽ ഞാൻ റോസ്റ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 3 പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. 3 നല്ല പഴുത്ത പഴം വേണം നമുക്ക് എടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് ഇത് നല്ല ഒരു ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിക്കേണ്ട, ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ദാഹം തീരാനും നമുക്ക് നല്ല ശരീരത്തിന് ഉന്മേഷം ഏകാനൊക്കെ നല്ലതാണ് അവൽ. അതിനുശേഷം ഞാൻ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് സർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അവൽ കൊണ്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.